ബഹിരാകാശത്തേക്ക് പറന്നുയർന്ന ഒരു മലയാളി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാവുകയാണ് US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്ന് രാത്രി 8:17 അനിലും മറ്റ് 2 പേരുമടങ്ങുന്ന സംഘം ഈ മഹാദൗത്യത്തിന് യാത്ര തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമ്പോൾ ലോകം അതിനെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 അനിലും സംഘവും യാത്ര തിരിക്കുക. ഖസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.1A റോക്കറ്റിലാണ് പേടകത്തെ വിക്ഷേപിക്കുന്നത്. സോയൂസ് പ്രോഗ്രസ് പേടകം രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ സെനിത്ത് കവാടവുമായി ബന്ധിപ്പിക്കപ്പെടും. തുടർന്ന് നാളെ പുലർച്ചെ 1 മണിയോടെ കവാടങ്ങൾ തുറക്കുകയും അനിലും സംഘവും നിലയത്തിലേക്ക് കടക്കുകയും ചെയ്യും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 8 മാസത്തോളം ചാന്ദ്ര ചൊവ്വ ഗവേഷണത്തിലായിരിക്കും മൂവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റഷ്യക്കാരായ പ്യോത്യർ ഡുബ്രോവ, അന്ന കിക്കിന എന്നിവരാണ് അനിലിന്റെ കൂടെ സഹയാത്രികരായുള്ളത്. അനിലിന്റെ അച്ഛൻ ശങ്കരമേനോൻ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. പാതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും അമേരിക്കയിലായിരുന്നു. 2014 നാസയിൽ ഫ്ലൈറ്റ് സർജനായി എത്തിയ അനിൽ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറായി ബഹിരാകാശ ഗവേഷകരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ചരിത്ര നേട്ടത്തിലേക്കെത്താൻ അനിൽ താണ്ടിയ ദൂരം ചെറുതല്ല. ന്യൂസ് ഡെസ്ക്, കൈരളി.